കൊല്ലത്ത് അതിമനോഹരമായ CPM RSP ഡീൽ നടന്നിരിക്കുന്നുവെന്ന് ഇപ്പോൾ RSPക്കാരുടെ തന്നെ പരാതി വന്നിരിക്കുന്നു. RSPയുടെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ CPMന് 6 പേർ വോട്ട് മറിച്ചു എന്നുള്ള വളരെ കൃത്യമായ കണക്കുകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ ബിന്ദു കൃഷ്ണ തോറ്റു പോകുമോ? ഇതിന് പകരമായി അപ്പുറത്ത് ഷിബു ബേബി ജോണിൻ്റെ അവിടെയും എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് നടന്നിട്ടുണ്ടോ? എന്തായാലും വളരെ വിവാദപരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. RSP വളരെ സത്യസന്ധമായി UDFൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. പ്രത്യേകിച്ച് ഷിബു ബേബി ജോൺ നേരത്തെ ആണ് UDFലുണ്ട്. അതിലേക്കാണ് RSPയുടെ പ്രേമേന്ദ്രൻ വിഭാഗം കൂടി അങ്ങോട്ട്, പങ്കജാക്ഷൻ പ്രേമേന്ദ്രൻ AACS വിഭാഗം കൂടി അങ്ങോട്ട് പോയി, ഒഫീഷ്യൽ വിഭാഗം കൂടി അങ്ങോട്ട് പോയി അവർ ലയിക്കുകയൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് RSP പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഈ കരട് കടി, അല്ലെങ്കിൽ ഈ കണ്ണിലെ കരട് പോലെ ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ, ജയമോഹനെ ജയിപ്പിക്കാൻ, കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാനും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെയായിരുന്ന ജയമോഹനും വളരെ ഡീസൻ്റ് ആളാണ്, ഒരു എക്സ്ട്രാ ഡീസൻ്റ് മനുഷ്യനാണ്. CPMലാണ് മത്സരിക്കുന്നു, പക്ഷേ വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ബിന്ദു കൃഷ്ണയും നല്ലൊരു വനിതയാണ്. അവർ നന്നായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണ്. പുരുഷന്മാരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കയറിയിട്ട് വരുന്നൊരു വനിതയാണ്. അല്ല, വനിത എന്നുള്ള നല്ല റിസർവേഷനിലൊന്നും കയറി വന്നതല്ല. വളരെ കൃത്യമായി ഫൈറ്റ് ചെയ്ത് DCC പ്രസിഡൻ്റൊക്കെ ആയി വളരെ വലിയ കഴിവ് തെളിയിച്ച് വന്ന വനിത തന്നെയാണ് ബിന്ദു കൃഷ്ണ. ശരിക്കും ജയിക്കേണ്ടതും മന്ത്രിയാകേണ്ടതൊക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ വോട്ടുമറിക്കൽ, RSP CPM ഡീലുണ്ടായിരിക്കുന്നു. ഇനി RSPയൊക്കെ ഡീലുണ്ടാക്കിയാൽ എത്ര വോട്ട് മറിയും എന്നുള്ളത് പക്ഷേ അറിയണം. പക്ഷേ കൊല്ലത്ത് ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാം. കാര്യം കാഷ്യൂ തൊഴിലാളികളും അതുപോലെ തന്നെ കയർ തൊഴിലാളികളും അവിടെയുള്ള കുറച്ച് തൊഴിലാളികളും മറ്റു ആളുകളും ഒക്കെ RSPയിലും ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ സ്വാധീനിക്കാൻ ഈ ലോക്കൽ നേതാക്കൾക്ക് കഴിയുമോ? ഇപ്രാവശ്യം നമ്മൾ പാവപ്പെട്ട അമ്മമാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് നമ്മൾ ഇപ്രാവശ്യം CPMനാണ് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അമ്മമാർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അവർ വിചാരിക്കും ശരിയായിരിക്കും, നേതാവ് എന്ന് പറയുന്നു ഇപ്രാവശ്യം CPMനാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോൺഗ്രസിന് കൊടുത്തു, ഇപ്പോൾ CPMനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള തീരുമാനം വരുമോ എന്നറിയില്ല. എന്തായാലും RSP പണി പറ്റിച്ചു കൊല്ലത്ത്. ബിന്ദു കൃഷ്ണ തോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിവാദം, വഴക്ക് വലിയ തോതിൽ വരാൻ ജയിക്കുകയാണെങ്കിൽ പിന്നെ അതങ്ങ് പോകും, ചെറിയൊരു അന്വേഷണത്തിൽ പോകും, ചെറിയ നടപടിയിൽ പോകും. പക്ഷേ ബിന്ദു കൃഷ്ണ തോൽക്കുകയാണെങ്കിൽ അത് വലിയ ഒരു പരുക്ക് RSP UDFനകത്തുള്ള RSP കോൺഗ്രസ് ബന്ധത്തിൽ വലിയൊരു വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പ്രേമചന്ദ്രനൊക്കെ ജയിക്കുന്നത് സമ്പൂർണ്ണമായി കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. RSP വോട്ട് കൊണ്ട് മാത്രമൊന്നുമല്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമുണ്ട്, RSP വോട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ ശക്തമായ വോട്ട് കൂടി കിട്ടിയാൽ മാത്രമേ പ്രേമേന്ദ്രന് ജയിക്കാൻ കഴിയുകയുള്ളൂ. 29 തെരഞ്ഞെടുപ്പിന് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം ഇതെല്ലാം കൂട്ടി വായിച്ച് വരുമ്പോൾ പരസ്പരം തല്ലിലേക്കാണ് പോകുന്നതെങ്കിൽ RSPക്കകത്തുള്ളവർ പാരവച്ചു എന്നൊരു തോന്നൽ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവുകയും ബിന്ദു കൃഷ്ണ തോൽക്കുകയും ചെയ്താൽ കഥ വണ്ടി മാറും. ഇനി അത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കൊല്ലത്ത് നിന്ന് വരുന്നത് അവസരങ്ങളുടെ പ്രളയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും RSPയിലുള്ള 6 പേർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള 6 പേരെ വളരെ കൃത്യമായി RSPയിലുള്ള മറ്റുള്ളവർ മോണിറ്റർ ചെയ്തുവെന്നും അതിന് 5-ാം തീയതി, ഏപ്രിൽ മാസം 5-ാം തീയതി 9-നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 5-ാം തീയതി വളരെ കൃത്യമായി അവരെ പിടിക്കാനുള്ള ശ്രമം നടത്തിയെന്നും അവർ പോയി പറഞ്ഞ് CPMന് വേണ്ടി വോട്ട് പിടിച്ചെന്നും അങ്ങനെ ഡീലുണ്ടാക്കിയെന്നും CPMകാരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തിയെന്നും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കാര്യകാരണ സഹിതം ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും RSPക്ക് വലിയ ക്ഷീണമാണ്. പണ്ടേ അവരെക്കുറിച്ചുള്ള പരാതി ചവറ മുതൽ ചവറ വരെയുള്ള ഒരു പാർട്ടിയാണ് RSP എന്നാണ്. കാര്യം അവർ ചെറിയ പാർട്ടിയാണ്. കൊല്ലം ജില്ലയിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരണമുള്ളത്. അതേസമയം കേരളത്തിലെ വലിയൊരു പാർട്ടി ആയിരുന്നു ശ്രീകണ്ഠൻ നായരുടെയും അതുപോലെ തന്നെ പങ്കജാക്ഷൻ്റെയും ബേബി ജോണിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ വളരെ വലിയ പാർട്ടിയായിരുന്നു. പക്ഷേ അത് ക്ഷയിച്ച് പല കഷ്ണങ്ങളായി, ബാബു ദിവാരൻ കഷ്ണം, ഷിബു ബേബി ജോൺ കഷ്ണം, പിന്നെ അതുപോലെ കോവൂർ കുഞ്ഞുമോൻ്റെ ഒരു കഷ്ണം. കോവൂർ കുഞ്ഞുമോൻ ഇപ്പോൾ നിൽക്കുന്ന ഇടതുപക്ഷത്താണ്. അയാൾ വീണ്ടും ജയിക്കുമെന്നാക്കണം. അദ്ദേഹം നീണ്ടകാലം MLA ആണ്. അദ്ദേഹം വീണ്ടും ജയിക്കുമെന്നാണ് പറയുന്നത്. കോവൂർ കുഞ്ഞുമോൻ മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ്. ഉല്ലാസ് കോവൂർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു മരുമകനോ ചെറുമകനോ ആയിട്ടുള്ള ആളാണ് മത്സരിക്കുന്നത്. പക്ഷേ അതിൽ കാര്യമില്ല. ഈ കോവൂർ കുഞ്ഞുമോൻ വീണ്ടും CPMൻ്റെ സഹായത്തോട് മത്സരിക്കുന്നത്. അദ്ദേഹം വിവാഹം പോലും കഴിക്കാതെ അവിടെ സമ്പൂർണ്ണ സമയം മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു RSP, പിന്നെ കുഞ്ഞുമോൻ്റെ RSP, കോവൂർ കുഞ്ഞുമോൻ്റെ RSP, ഷിബു ബേബിൻ്റെ RSP, ബാബു ദിവാറിൻ്റെ RSP, പിന്നെ ഒറിജിനൽ RSP, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് RSP, ഇങ്ങനെ പല കഷ്ണങ്ങളായിപ്പോയി. അവരെല്ലാം കൂടെ ഒന്നിച്ച് ഇപ്പോൾ 2 RSPയേ ഉള്ളൂ. ഒന്ന് UDFൽ നിൽക്കുന്ന RSPയും പിന്നെ LDFൽ നിൽക്കുന്ന ചെറിയൊരു RSP. UDFലാണ് മേജർ RSPയിൽ നിൽക്കുന്നത്. പക്ഷേ അതിനകത്താണ് ഈ തല്ലുണ്ടായിരിക്കുന്നത്.
വളരെ വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ കൊല്ലം ജില്ലയിലെ നിരവധി സ്ഥാനാർത്ഥികൾക്ക് ചവറയിലായാലും പിന്നെ കോവൂർ കുഞ്ഞുമോൻ്റെ അവിടെ ഉല്ലാസ് കോവൂർ മത്സരിക്കുന്ന കുന്നത്തൂരായാലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നൗഷാദും വിഷ്ണുമോഹനും മത്സരിക്കുന്ന ഇരവിപുരത്തായാലും കൊല്ലം ജില്ലയിലാകെ ഇങ്ങനെ CPM RSP ഡീൽ നടന്നു എന്നൊരു വാർത്ത, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നടന്നത് കൊല്ലം മണ്ഡലത്തിലെ ബിന്ദു കൃഷ്ണയ്ക്കെതിരാണ് എന്നുള്ളതാണ് വാർത്ത. അങ്ങനെയായാൽ പാവം ബിന്ദുവിൻ്റെ കാര്യം ഗോവിന്ദ.